ഇനി ഓണത്തല്ലാണ്. 1.5 കൊല്ലം കടുത്ത യുദ്ധം ചെയ്തിട്ട് 1.5 നായർക്ക് മുറിവേറ്റെന്ന പണ്ട് VKN പറഞ്ഞ പോലെയാണ് കോൺഗ്രസിലെ അടി. കഴിഞ്ഞ ഓണത്തിന് മാവേലി കണ്ട അടി ഇപ്പോഴും തുടരുകയാണ്. ഒരു മാറ്റവുമില്ല. കേരളത്തിലെ കോൺഗ്രസിനകത്ത് വിവാദങ്ങൾ ഒഴിവാക്കി പോകുന്നതാണ് നല്ലത്, ഭംഗി, ഫ്യൂച്ചറിന് ഗുണം. അതാണ് എൻ്റെ അഭിപ്രായം. ഇല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതെല്ലാം പരസ്യ പ്രസ്താവനകളിലൂടെ ഇതിനൊക്കെ പരിഹാരം ഉണ്ടായി അടങ്ങൂ എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ പൊതു അച്ചടക്കത്തിന് ഗുണകരമല്ല. ഒരു നേതാവ് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് നേതാവ് ഉണ്ടാകുന്നത്? സ്വയംഭൂവായിട്ടുണ്ടാകുന്നതല്ലോ. എന്തോ ഏത് നേതാവിനും ഒരു ഓർമ്മയാകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരേ ബാനറിൽ ഒന്നിച്ചു വരുന്നതിൻ്റെ ശക്തി ഒന്ന് വേറെ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതൊക്കെ മനപ്പായസം, അത് കണ്ട ആരും ഉണ്ണണ്ട. അണികളെ സംബന്ധിച്ചിടത്തോളം ഈ ഭിന്നിച്ചു നിൽക്കുന്നതിന് ചില പ്രത്യേകമായ എന്തെങ്കിലും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് പറയുന്നില്ല. ഞാൻ ഇതുവരെ കണ്ടതും കേട്ടതും ഒന്നും മിണ്ടാതിരിക്കുക. ആര് വിചാരിച്ചാലും യോജിപ്പിക്കാൻ സാധിക്കില്ല, യോജിക്കില്ല എന്ന് കരുതിയ ഗ്രൂപ്പുകൾക്ക് യോജിക്കാമെങ്കിൽ ഓരോന്നിനും ഓരോ രീതിയുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്ക് യോജിക്കും? അതൊന്നും ശരിയായ നടപടിയൊന്നുമല്ല. ചെറിയ നിമിത്തമാകാൻ എനിക്കൊരു അവസരം കിട്ടി. അതൊക്കെ വേറെ കാര്യം. അതൊക്കെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വലായ കാര്യങ്ങളാണ്. പ്രവർത്തകരും നേതാക്കളും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക. ഒരു കാര്യം കൂടി ഞാൻ വ്യക്തമാക്കുന്നു. കോൺഗ്രസിന് എന്നും കൂട്ടായ നേതൃത്വമാണുള്ളത്, കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണുള്ളത്. ഇനി VS-ഉം മുസ്ലിം ലീഗിലെ വിപ്ലവകാരി KN ഖാദറും തമ്മിലുള്ളതാണ്. പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഖാദറെ കമ്മ്യൂണിസം പഠിപ്പിക്കാൻ റഷ്യയിലേക്ക് വിട്ടു. മടങ്ങി വന്ന ഖാദർ ലീഗിലേക്ക് പോയി. സോവിയറ്റ് യൂണിയൻ, ചെക്കോസ്ലോവാക്യ, ഹംഗറി, ബൾഗേറിയ, റൊമേനിയ, അഫ്ഗാനിസ്ഥാൻ, ലാവോസ്, കംബോഡിയ, വിയറ്റ്നാം, തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, ഇതിനിടയിൽ കൂടി എവിടെയാണ് ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ ചിലക്കാതെ ഒരിടത്തിരുന്നോ. ഉത്തര കൊറിയ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ രാജ്യം ആദ്യം 40 കൊല്ലക്കാലം ഭരിച്ചത് കിം ഉൽ സുങ് എന്ന് പറഞ്ഞ ഒരാളാണ്. അയാൾ മരിച്ചു പോയപ്പോൾ അയാളുടെ മകൻ കിം ജോങ് ഉൽ അവിടുത്തെ ഭരണാധികാരി. അയാൾ 15 കൊല്ലം കഴിഞ്ഞ് മരിച്ചപ്പോൾ അയാളുടെ മകൻ കിം ജോങ് ഉൻ ആണ് ഇപ്പോൾ ഭരിക്കുന്നത്. ശരി, സന്തോഷം. ഇനി VS സുധീരൻ വക ഉപദേശം, അതും കുമ്മനം രാജശേഖരൻ. അപ്പം ഇവിടെ വർഗീയവൽക്കരണത്തിലൂടെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യാനുള്ള BJPയുടെ വാസ്തവത്തിൽ എന്തിനാണ് VM സുധീരൻ ഇത്ര കണ്ട് BJPയെ ഭയപ്പെടുന്നത്? എന്താണ്? ജനങ്ങൾ അക്രമത്തിനെതിരാണ്. രാഷ്ട്രീയ രംഗത്ത് അക്രമം അനുവദനീയമല്ല, അക്രമം ഉണ്ടാകരുത്. VM സുധീരൻ പറയുന്നത് ശരിയൊന്നുമില്ല. ഇവിടെ വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി BJP എന്താ ചെയ്തത്? VM സുധീരൻ പറയട്ടെ, ഏത് വർഗീയ സംഘർഷത്തിലാണ്? സമാധാനത്തോടുകൂടി ജനങ്ങൾക്ക് ജീവിക്കാൻ അവസരം നൽകുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കുന്നത് ഈ വിമോചന യാത്രയിലൂടെ പാലം പണിയാനാണ്. ഇത് പണ്ട് ആരോ ചോദിച്ചതുപോലെ അമ്മയെപ്പോഴും തല്ലാറുണ്ടോ? വെള്ളാപ്പള്ളി മുതലാളിയില്ലാതെ എന്ത് ഓണത്തല്ലേ? 5 പൈസ എൻ്റെ കൈ വരുന്നില്ല. ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങ് എല്ലാം സത്യസന്ധമായിട്ടേ ചെയ്യുള്ളൂ എന്ന്. VS അച്യുതാനന്ദനൊരു മര്യാദയും മാന്യത ഉണ്ടായിരുന്നെങ്കിൽ അത് ഒന്ന് ചെയ്യണമായിരുന്നു. അത് എന്നെ വിളിച്ച് ചോദിക്കാമായിരുന്നല്ലോ. അത്ര വ്യക്തിവിദ്വേഷം വരാവുന്ന രീതിയിൽ ഞാനെന്ത് തെറ്റ് ചെയ്തു? മൈക്രോസോഫ്റ്റ് അദ്ദേഹത്തിന് വലിയ ചുക്കും ചുണ്ണാമ്പൂതിനെ പറ്റി മൈക്രോ എന്ന് പറഞ്ഞാൽ പോലും അങ്ങർക്കറിയാവും. മൈക്രോ ഫൈനാൻസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആദ്യം പറഞ്ഞപ്പോൾ എല്ലാം തെറ്റിച്ചാ പറഞ്ഞത്. വയ്ക്കേ കണക്ക് വയ്ക്കേ എന്നാ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാനത് പഠിച്ചില്ല. എവിടെ പണം, എന്തു ചെയ്തു, ഞാനതൊന്നും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതറിയാൻ കേരളത്തിലെ പൗരാവലിക്കാകെ താല്പര്യമുണ്ട്. അവരെ എല്ലാം അത് അറിയിച്ചേ മതിയാകൂ. സാമ്പത്തിക ക്രമക്കേട് മാത്രമല്ല, ഇവർക്ക് വേറെ ഒന്നും പറയാനില്ല. ഏതാ ഇഷ്ടമില്ലാത്ത അച്ചു തൊട്ടതെല്ലാം കുറ്റം. ഇനിയുള്ളത് കണ്ണൂരിലെ അളിയന്മാർ. നമ്മളെ ഇപ്പോഴത്തെ കഥാനായകനുണ്ടല്ലോ P ജയരാജൻ, രഞ്ജിത്തിന്റെ ഗുമസ്തൻ PP മോഹനൻ, വക്കീലിന്റെ ആഫീസിൽ കയറി വെട്ടി നുറുക്കി കൊന്ന് കടുത്തറത്ത് കൊന്നു. കണ്ടില്ലേ ഈ കൈ? ഇതിന് ഒരു വിരലില്ല, പെരുവിരലില്ല. ഈ കൈ അതിന് പ്രവർത്തനക്ഷമമല്ല. വീട്ടിൽ കയറി വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ളതിന്റെ ഫലമായി ഇനി ഒരാളെ നീ വെട്ടരുത് ഈ കൈ കൊണ്ടെന്ന് പറഞ്ഞ് ആ കൈ വെട്ടി വാഴത്തോപ്പിലേക്ക് വലിച്ചെറിഞ്ഞു. നോക്കച്ച എന്തൊരു ചേർച്ച, ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. ഒടുവിൽ മാധ്യമപ്രവർത്തകർക്കും ഇരിക്കട്ടെ ഒരു ഓണത്തല്ല്.
ഒന്നും മിണ്ടാൻ പാടില്ല. പ്രതിഷേധിച്ചാൽ ചില മാധ്യമങ്ങൾ പറയുന്നത് പ്രതിഷേധത്തിൽ വിള്ളൽ വീണു, അത്ര ഏറ്റില്ല എന്നാണ് പറയുന്നത്. ഇടതുപക്ഷ മുന്നണി ഒരു സമരം വെച്ചാൽ ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, അതിന് ഏറ്റില്ല എന്ന് പറയാൻ വേണ്ടി പ്രത്യേക എപ്പിസോഡുകളാണ്, അരമണിക്കൂർ എപ്പിസോഡിൽ പറയും അതത്ര അങ്ങോട്ട് ഏറ്റില്ല, എന്ത് ചെയ്താലും അതങ്ങോട്ട് ഏറ്റില്ല. വേറെ ചില ആളുകൾ ചില കാര്യങ്ങൾ ചെയ്താൽ ഗംഭീരമായി അങ്ങോട്ട് ഏറ്റേച്ച് നമുക്കങ്ങ് രോമാഞ്ചം വരുമെന്നാണ് പറയുന്നത്. ഇത്രയും ഒരു പക്ഷം പിടിച്ചുള്ള മാധ്യമ പ്രവർത്തനം ശരിയല്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാനിത് പറയുന്നത്. ഷൂട്ട് ചെയ്യും, എന്നിട്ട് കോമഡി ആയിട്ട് അവതരിപ്പിക്കും, എനിക്കൊരു കുന്തവുമില്ല. ഇതുകൂടെ കൊടുക്കണം എന്നാ ഞാനീ പറഞ്ഞതും കൂടെ.